Most often we feel the inner voice, that is, don't do or do. Here we are discussing such a topic, The Caller by George Herbert. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് അതങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ ഇത് ചെയ്യൂ എന്നൊക്കെയുള്ള നമ്മളുടെ ഇന്നർ വോയിസ്, ഉൾവിളി നമുക്കുണ്ടാകാറുണ്ട്. പലപ്പോഴും പല തെറ്റുകൾ ചെയ്യുമ്പോഴും നീ അങ്ങനെ ചെയ്യരുത് എന്നും ചില കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് അതങ്ങനെ ചെയ്യണമെന്നും നമ്മളെ നേർവഴിയിലേക്ക് നയിക്കുന്ന നമ്മളുടെ ഇന്നർ വോയിസ്. അത്തരത്തിലൊരു കവിതയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ജോർജ് ഹെർബർട്ടിൻ്റെ ദ കോളർ എന്ന കവിതയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. And George Herbert was a famous English poet and he is the famous metaphysical poet. മെറ്റാഫിസിക്കൽ പോയറ്റാണ് ജോർജ് ഹെർബർട്ട്. ജോൺ ഡണ്ണിനെ പോലെ തന്നെ വളരെ പ്രശസ്തനായ മെറ്റാഫിസിക്കൽ പോയറ്റ്. ആൻഡ് ഹി വാസ് ആൻ ഒറേറ്റർ ഓൾസോ. പോയറ്റാണ്, അതോടൊപ്പം തന്നെ അദ്ദേഹം മികച്ച ഒരു പ്രാസംഗികനാണ്. ആൻഡ് ഓൾസോ ഹി വാസ് ആൻ ആംഗ്ലിക്കൻ പ്രീസ്റ്റ്, ഒരു പുരോഹിതനാണ് അദ്ദേഹം. ആൻഡ് ഹിസ് ഫേമസ് വർക്ക്സ് ആർ ഈസ്റ്റർ വിങ്സ്, ദ ഓൾട്ടർ എക്സെട്ര. അദ്ദേഹത്തിൻ്റെ കൃതികൾ വളരെ പ്രശസ്തങ്ങളായ കൃതികളാണ് ഈസ്റ്റർ വിങ്സ് ആൻഡ് ഓൾട്ടർ. ദ കളക്ഷൻ ദ ടെമ്പിൾ വാസ് പബ്ലിഷ്ഡ് പോസ്റ്റ്മസ്ലി. അദ്ദേഹത്തിൻ്റെ പോയറ്റിക് കളക്ഷനാണ് ദ ടെമ്പിൾ. അത് പബ്ലിഷ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മരണാനന്തരമാണ്. ആൻഡ് ദ കോളർ ഈസ് എ ഫ്രീ വേഴ്സ് പോം ഇൻ വൺ സ്റ്റാൻസ ആൻഡ് ഇറ്റ് ഈസ് എ ഡയലോഗ് ബിറ്റ്വീൻ എ സിംഗിൾ സ്പീക്കേഴ്സ് ടു ഇന്നർ വോയിസസ്, ദറ്റ് ഈസ് ദ ഹാർട്ട് ആൻഡ് ദ വിൽ. ഇവിടെ ദ കോളർ എന്ന ഈ കവിത ഒരു ഫ്രീ വേഴ്സ് പോമാണ്. ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടിലാണ് നമുക്ക് റൈം കാണാൻ സാധിക്കുന്നത്. ബാക്കി റൈമില്ലാത്ത ഒരു കവിതയാണ്, ഒറ്റ സ്റ്റാൻസയിൽ എഴുതപ്പെട്ട കവിത. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡയലോഗാണ്. അതായത് ഒരു മനുഷ്യൻ്റെ, ഇവിടെ പോയിറ്റ് തന്നെയാകാം, സ്പീക്കർ പോയിറ്റ് തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഹൃദയവും അതേപോലെ തന്നെ വിൽ, ആ ഒരു ആത്മാവും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ, ആ ഒരു സംഭാഷണമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ദ വിൽ റിബൽസ് അഗൈൻസ്റ്റ് ഗോഡ് ആൻഡ് ദ കോളർ ഓർ ദ യോക്ക് ഓഫ് റിലിജിയൻ. ഇവിടെ വില്ല് അല്ലെങ്കിൽ ആ ഒരു ആത്മാവ്, വില്ലും ഹാർട്ടും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റാണ് ഇവിടെ നടക്കുന്നത്. വില്ല് ലോജിക്ക് അല്ലെങ്കിൽ റിയാലിറ്റിയിൽ ജീവിക്കുകയാണ്, അതേസമയം ഹാർട്ട് ആ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു വികാര ജീവിയായി നിൽക്കാനാണ് ഹാർട്ട് ആഗ്രഹിക്കുന്നത്. ആൻഡ് വിൽ റിബൽസ് അഗെയിൻസ്റ്റ് ഗോഡ് ആൻഡ് റിലിജൻ. മതത്തെയും ദൈവത്തെയും ഒക്കെ എതിർക്കുകയാണ് വില്ല് ചെയ്യുന്നത്. ആൻഡ് അറ്റ് ലാസ്റ്റ് ദ ഹാർട്ട് ഓവർകംസ് ദ വിൽ ആൻഡ് വിൻസ് ദ ബാറ്റിൽ. അങ്ങനെ ഇവർ തമ്മിലുള്ള അടിയിൽ, വില്ലും ഹാർട്ടും തമ്മിലുള്ള അടിയിൽ അവസാനം ഹാർട്ട് ജയിക്കുന്നു. അങ്ങനെ ഹാർട്ട് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഇമോഷൻസ് ആണ്. ആ ഒരു, പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ബുദ്ധി കൊണ്ട് ജീവിക്കണം അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് ജീവിക്കണം. പലപ്പോഴും ബുദ്ധി കൊണ്ട് ജീവിക്കുന്ന ആളുകൾ അവസാനം പരാജയപ്പെടുന്നതാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുക. അതേസമയം ഹൃദയം കൊണ്ട് ജീവിക്കുന്ന ആളുകൾ തുടക്കത്തിൽ തന്നെ ചിലപ്പോൾ പരാജയമായിരിക്കാം, പക്ഷേ ആ ഒരു നന്മ ഉള്ളതുകൊണ്ട് അവർ അവസാനം വിജയത്തിലേക്ക് എത്താറുണ്ട്. അതേപോലെയാണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇൻ ദ ഫസ്റ്റ് 16 ലൈൻസ് ഓഫ് ദ പോം ദ സ്പീക്കർ ഓർ ദ ഹാർട്ട് സ്റ്റേറ്റ്സ് ദാറ്റ് ഹി ഈസ് ഫെഡ് അപ്പ് വിത്ത് ദ കറന്റ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ആൻഡ് പ്ലാൻസ്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ഒറ്റ സ്റ്റാൻസയാണ്. ആദ്യത്തെ 16 വരിയിൽ ഇവിടെ നമുക്ക് ആ വില്ലിനെയാണ് കാണാൻ സാധിക്കുന്നത്. In the first 16 lines of the poem, the speaker or the will states that he is fed up with the current state of affairs and plans to seek out his freedom. ആദ്യത്തെ 16 വരികളിൽ വില്ല് പറയുന്നു, ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ വളരെയധികം ദുഃഖിതനാണ്, ഭയങ്കര കഷ്ടമാണ് എൻ്റെ കാര്യം, അതുകൊണ്ട് ഞാൻ സ്വാതന്ത്ര്യം നേടാൻ ആഗ്രഹിക്കുന്നു, ഈ ഒരു അവസ്ഥയിൽ നിന്നൊരു മാറ്റം ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. ആൻഡ് ഹി ലെമൻസ് ദാറ്റ് ഹി ഈസ് ഇൻ സ്യൂട്ട്, ദാറ്റ് ഈസ് ഇൻ എ ലവ്ലി പൊസിഷൻ ആൻഡ് ഹാസ് നോട്ട് റീപ്ഡ് ഗ്രേറ്റർ റിവാർഡ്സ്. ഇനി കവി പറയുന്നു, ഹി ലെമൻസ്, വിലപിക്കുകയാണ്, ദാറ്റ് ഹീസ് ഇൻ സ്യൂട്ട്, ആ ഒരു കൂട്ടിനുള്ളിലാണ്. ആ ഒരു സ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡ്രസ്സ്, അതായത് ആ ഒരു
ചട്ടക്കൂട്ടിനുള്ളിലാണ്. ദാറ്റ് ഈസ് ഇൻ എ ലോലി പൊസിഷൻ, ഒരു താഴ്ന്ന അവസ്ഥ. ആൻഡ് ഹാസ് നോട്ട് റീപ്ഡ് ഗ്രേറ്റർ റിവാർഡ്സ്, ഒരു ഫലവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ജീവിതത്തിൽ കുറേ കഷ്ടപ്പാടുകളല്ലാതെ വേറൊരു ഫലവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ചട്ടക്കൂട്ടിൽ ഇങ്ങനെ ജീവിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് വിലപിക്കുന്നു. ആൻഡ് ത്രൂ ദ ലൈൻസ് വി ക്യാൻ ലേൺ ദാറ്റ് the speaker has undergone a period of pining and sadness leading to his present anger. ഈ ഒരു വരികളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് കവി ഒരുപാട് പ്രയാസങ്ങളിലൂടെയും യാതനകളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും ഒക്കെ പോയിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ആ ഒരു ദേഷ്യത്തിന് കാരണം. നമ്മൾ പറയില്ലേ, സപ്രസ്ഡ് ഇമോഷൻസ് ആണ്, ആ അടിച്ചമർത്തി വെച്ച വികാരങ്ങളാണ് ഇപ്പോൾ ഒരു ദേഷ്യമായിട്ട് പുറത്തു വരുന്നത്. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിത യാതനകളാണ് അദ്ദേഹത്തെ ഇങ്ങനെ പറയിപ്പിച്ചത് എന്ന് മനസ്സിലാക്കാം. ആൻഡ് ഇൻ ദ ലൈൻസ് 17 to 24 another inner voice is heard, not so my heart, reminding the first speaker that there is an end to all these problems. പിന്നീട് 16 വരെയുള്ള വരികളിലാണ് നമുക്ക് ഈ ഒരു കഷ്ടപ്പാട് യാതനകളൊക്കെ കാണാൻ സാധിക്കുന്നത്. അതിൽ നിന്നൊരു മോചനം വേണമെന്ന് ആവശ്യപ്പെടുന്ന സമയത്ത് 17 മുതൽ 26 വരെയുള്ള വരികളിൽ ഹാർട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. ഹാർട്ട് എന്നിട്ട് പറയുന്നു, നോട്ട് സോ മൈ ഹാർട്ട്, ഇങ്ങനെയല്ല. എന്താണ്? റിമൈൻഡിങ് ദ ഫസ്റ്റ് സ്പീക്കർ ദാറ്റ് ദർ ഈസ് ആൻ എൻഡ് ടു ഓൾ ദീസ് പ്രോബ്ലംസ്. എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, ജീവിതമല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഒരു പ്രശ്നമില്ലാതിരിക്കില്ല. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. ആൻഡ് ദർ ഈസ് ആൻ എൻഡ് ടു സാഡ്നെസ് ഇൻ സൈറ്റ് ഇഫ് ദ സ്പീക്കർ ലീവ്സ് ദിസ് കോൾഡ് ഡിസ്പ്യൂട്ട് ആൻഡ് സ്റ്റോപ്പ് ദ റെബല്യൻ. എന്ത് ചെയ്യണം? ഈ റെബല്യൻ ഒന്ന് അവസാനിപ്പിക്കണം. റെബല്യൻ മീൻസ് ഈ ഒരു പ്രതിഷേധം ഒന്ന് നിർത്തണം, എന്നിട്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഇഫ് സോ ഹി ക്യാൻ ഓപ്പൺ ഹിസ് ഐസ് ആൻഡ് സീ ദ ട്രൂത്ത്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന്, ഈ ഒരു ദേഷ്യവും സങ്കടവും ഒക്കെ ഒന്ന് നിർത്തിവെച്ചാൽ, അതൊക്കെ ഒന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കണ്ണ് കാണാൻ സാധിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉൾക്കണ്ണിലൊരു കാഴ്ച കിട്ടും. എന്താണ് സത്യം? എന്തുകൊണ്ട് എനിക്കിങ്ങനെ കഷ്ടപ്പാടുകൾ വന്നു? പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള കാരണങ്ങൾ, പല കാരണങ്ങളും ഉണ്ടാകാം. നമ്മളിപ്പം ഗൗതമ ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, ഡിസയർ ഈസ് ദ കോസ് ഓഫ് മിസറി. ആ ആശയാണ് നിരാശയ്ക്ക് കാരണം. അപ്പോൾ പലപ്പോഴും പല അമിത പ്രതീക്ഷയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ആയിരിക്കാം നമ്മളുടെ ആ ഒരു ദേഷ്യത്തിനും സങ്കടത്തിനും ഒക്കെയുള്ള കാരണങ്ങൾ. അപ്പോൾ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഒരു ഇമോഷൻസ് മാറ്റി വെച്ചാൽ സാധിക്കും. എന്നിട്ട് പിന്നെ പറയുന്നു, the will reappears and commands the speaker away and restate its command. വില്ല് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് പറയുന്നു, ദൂരെ പോകൂ, നിൻ്റെ ഈ ഒരു വൃത്തികെട്ട സംസാരമൊന്നും വേണ്ട, ദൂരെ പോകൂ. എന്നിട്ട് ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, ജീവിതത്തിൽ നമുക്കൊരുപാട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, കടപ്പാടുകളുണ്ട്. ദൈവത്തോടുള്ള കടപ്പാട് അല്ലെങ്കിൽ മതത്തോടുള്ള കടപ്പാട്, ആ ഒരു കടപ്പാടിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. ആൻഡ് ദ സെക്കൻഡ് ഇന്നർ വോയിസ് റിവീൽസ് ദാറ്റ് ഈവൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് റീവിങ് ആൻഡ് ഹി ഹിയേഴ്സ് സമ്മൺ കോളിങ് ചൈൽഡ്. ഇങ്ങനെ ഈ ഒരു യാതനകളും പ്രയാസങ്ങളും പരിഭവങ്ങളും ഒക്കെ പറയുന്നതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്നുണ്ട്. അതായത് ഒരു സൈഡിൽ നിന്ന് പറയുന്നു, ഈ കഷ്ടപ്പാടുകളെല്ലാം ഒന്ന് തീർന്നിട്ട് എനിക്ക് സ്വാതന്ത്ര്യം വേണം, എനിക്കിനി സഹിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അതേസമയം ഒരു സൈഡിൽ നിന്ന് പറയുകയാണ്, ഈ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ അവസാനിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ പറയുന്നു. ഈ ഒരു രണ്ടടിയും നടക്കുന്ന സമയത്ത് തന്നെ ഹി ഹിയേഴ്സ് സമ്മൺ കോളിങ് ചൈൽഡ്. പെട്ടെന്ന് കുഞ്ഞേ എന്നൊരു വിളി കേൾക്കുന്നു. ആൻഡ് ഹി റിപ്ലൈസ് മൈ ലോർഡ്. പെട്ടെന്ന് അദ്ദേഹം മറുപടി പറയുന്നു, എൻ്റെ ദൈവമേ എന്ന് മറുപടി പറയുന്നു. ആൻഡ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഹിസ് റിട്ടേൺ ടു ഗോഡ് ആഫ്റ്റർ എ പീരീഡ് ഓഫ് റെബല്യൻ. എന്തൊക്കെ സംഘർഷങ്ങളായാലും ആ ഒരു ദൈവത്തിൻ്റെ വിളിയെ അനുസരണയുള്ളൊരു കുട്ടിയെ പോലെ അദ്ദേഹം പിന്തുടരുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മളങ്ങനെയാണ്, എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എനിക്കിതൊന്നും വേണ്ട, അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ദൈവത്തെ നമ്മൾ കുറ്റം പറഞ്ഞാലും ഒരു പ്രയാസം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു നിശ്ചിത ഘട്ടത്തിൽ നമ്മൾ ദൈവത്തെ വിളിച്ചു പോകും. എത്ര നിരീശ്വരവാദിയാണെങ്കിലും പറയാറുണ്ട്, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ദൈവത്തെ വിളിച്ചു പോകും എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ദ പോയിന്റ് സേസ് മൈ ലൈഫ് ആൻഡ് ലൈൻസ് ആർ ഫ്രീ. ഇനി കവി പറയുന്നു, my life and lines are free. And here the lines refer the free verse of the poem. ഇവിടെ
ലൈൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു കവിതയാണ്. ആൻഡ് ഹി കമ്പയർസ് ഹിസ് ലൈഫ് ആൻഡ് ലൈഫ്സ് ടു ടു സിമിലീസ് ദാറ്റ് ദേ ആർ ലൂസ് ആസ് ദ വിൻഡ് ആൻഡ് ലാർജ് ആസ് സ്റ്റോർ. ഇനിയിവിടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും ലൈൻസിനെയും രണ്ട് സിമിലി ഉപയോഗിച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. ലൂസ് ആസ് ദ വിൻഡ്, അദ്ദേഹത്തിൻ്റെ ലൈഫിനെ അദ്ദേഹം പറയുന്നത് ഇറ്റ് ഈസ് ലൂസ് ആസ് ദ വിൻഡ് ആൻഡ് ദ ലൈൻസ് ആർ ലാർജ് ആസ് സ്റ്റോർ ആൻഡ് ദ കമ്പാരിസൺ ഓഫ് ദ വിൻഡ് ഷോസ് ഹിസ് ഡിസയർ ടു ഗോ എനിവെയർ. ഇവിടെ ലൂസ് ആസ് ദ വിൻഡ് എന്ന് പറയുന്നത് കാറ്റുപോലെ ഫ്രീ ആണ് എന്ന് പറയുമ്പോൾ അത് കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ്, എവിടെ വേണമെങ്കിലും പോകാം, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം എന്നുള്ള ആ ഒരു ആഗ്രഹം. ആൻഡ് ദ കമ്പാരിസൺ ടു ദ സ്റ്റോർ ഈസ് ദ സ്റ്റോർ ഹൗസ്, ദാറ്റ് മീൻസ് ഹി ഈസ് വെൽ സ്റ്റോക്ഡ് വിത്ത് ഐഡിയാസ് ഓർ നറിഷ്മെൻറ്റ്സ്. ഇനിയിവിടെ അദ്ദേഹത്തിൻ്റെ വരികളിൽ ആശയങ്ങൾ കൊണ്ട് നിറയപ്പെട്ട വരികളാണ് അദ്ദേഹത്തിൻ്റേത്. ആ ഒരു നിറവാണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് ദ പോയിന്റ് ആസ് എ നമ്പർ ഓഫ് റെറ്ററിക്കൽ ക്വസ്റ്റ്യൻസ്. ഇനി ഈ കവിതയിൽ ഒരുപാട് റെറ്ററിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. റെറ്ററിക്കൽ ക്വസ്റ്റ്യൻ മീൻസ് ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഡു നോട്ട് നീഡ് ആൻ ആൻസർ. ഒരു ഉത്തരം ആവശ്യമില്ലാത്ത, അതായത് ഉത്തരം അതിൽ തന്നെ അടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ആൻഡ് ഹി ആസ് ഇഫ് ഹി വിൽ റിമെയിൻ ഇൻ സ്യൂട്ട് ഇൻ എ സബ്സർവൻറ്റ് പൊസിഷൻ. അദ്ദേഹം ചോദിക്കുന്നു, ഈ ഒരു അവസ്ഥയിൽ തന്നെ ഞാനിങ്ങനെ മുന്നോട്ട് പോകുമോ? നേരത്തെ പറഞ്ഞു, ആ ഒരു ചട്ടക്കൂട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ജീവിതം, രാവിലെ ആവുന്നു, ഉച്ചയാവുന്നു, രാത്രിയാവുന്നു, ഇങ്ങനെ പരാതികളും പരിഭവങ്ങളും കഷ്ടപ്പാടും ദുരിതവും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഈ ഒരു പോക്ക് ഇങ്ങനെ തന്നെ പോകുമോ? ആൻഡ് ദെൻ ഹി ഇൻട്രൊഡ്യൂസസ് അഫ്ലിക്ഷൻ. അദ്ദേഹം പിന്നീട് പല കാര്യങ്ങളും വെളിപ്പെടുത്തുന്നുണ്ട്. ഹി ഓൾസോ സേസ് ഓഫ് ദ മോട്ടീവ് ഓഫ് ദ ഹാർവസ്റ്റ്. ഇനി ആ ഒരു കൊയ്ത്തിൻ്റെ അല്ലെങ്കിൽ വിളവെടുപ്പ്, ജീവിതത്തിൻ്റെ അവസാനത്തെ വിളവെടുപ്പ്, ബൈബിളിൽ പറയുന്ന ആ ഒരു നന്മ തിന്മ വേർതിരിവ്. ആൻഡ് ആസ് ഇഫ് ഹി വിൽ only harvest thorns that makes him bleed rather than harvesting fruit. അദ്ദേഹം ചോദിക്കുന്നു, ഈ ഒരുപാട് യാതനകളും കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചതിന് ശേഷം തനിക്ക് മുള്ളുകൾ മാത്രമേ കൊയ്തെടുക്കാൻ കഴിയുള്ളൂ, അതായത് ജീവിതത്തിൻ്റെ ആ ഒരു മുന്നോട്ടുള്ള പോക്കിൽ വെറും മുള്ളുകൾ മാത്രമേ ഉള്ളൂ, യാതനകൾ മാത്രമേ ഉള്ളൂ, കഷ്ടപ്പാടുകൾ മാത്രമേ ഉള്ളൂ. ദാറ്റ് ബ്ലീഡ് ഹിം, അത് അദ്ദേഹത്തെ മുറിവേൽപ്പിക്കുകയാണ്, ചോര പൊടിപ്പിക്കുകയാണ് ആ മുള്ളുകൾ. ആൻഡ് റാദർ ദാൻ ഹാർവെസ്റ്റിംഗ് ഫ്രൂട്ട് കിട്ടുന്നതിന് പകരം, പഴവർഗ്ഗങ്ങൾ കൊയ്തെടുക്കുന്നതിന് പകരം, പഴവർഗ്ഗങ്ങൾ കിട്ടുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹത്തിന് കിട്ടുന്നത് ഈ വെറും കല്ലും മുള്ളും ഒക്കെയാണ്. അത് അദ്ദേഹത്തെ ചോര പൊടിപ്പിക്കുകയാണ്, അതായത് ആ ചോരയിൽ കുളിച്ച് നിൽക്കുന്ന ഒരവസ്ഥ. അത്രത്തോളം കഷ്ടപ്പാടുകളും വേദനകളും യാതനകളുമാണ്. ആൻഡ് ഹി റിമെമ്പേഴ്സ് എ പാസ്റ്റ് ഇൻ വിച്ച് ദർ വാസ് വൈൻ, ദാറ്റ് ഈസ് ദ ഫ്രൂട്ട് ഓഫ് ദ ഹാർവെസ്റ്റ്, ദാറ്റ് ഈസ് ലക്ഷൂറിയസ് ലൈഫ്. ഈ ഒരു സമയത്ത് അദ്ദേഹം തൻ്റെ പൂർവ്വകാലം ആലോചിക്കുന്നു, അതായത് ആ കാലഘട്ടത്തിൽ ഒരുപാട് ലക്ഷൂറിയസ് ലൈഫായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതായത് എന്താണ്, ഹി എൻജോയ്ഡ് ദ ഫ്രൂട്ട് ഓഫ് ഹാർവെസ്റ്റ്. ആ ഒരു കൊയ്ത്തിൻ്റെ ഫലം അനുഭവിച്ചതായിരുന്നു, ലക്ഷൂറിയസ് ലൈഫായിരുന്നു പണ്ട്, അന്തക്കാലം നല്ല കാലമായിരുന്നു. ആൻഡ് നൗ ഹി സൈസ് ആൻഡ് ടിയേഴ്സ് ഡിസ്ട്രോയ്ഡ് ദ ഫ്രൂട്ട് ഓഫ് ദ ഹാർവെസ്റ്റ്. പക്ഷേ ആ ഒരു ഫലം ഇപ്പോഴില്ല. ഇപ്പോൾ നിരാശയും നിശ്വാസങ്ങളും നെടുവീർപ്പുകളും ഒക്കെയാണുള്ളത്. ആൻഡ് ഹി ഹാസ് ബീൻ സാഡ് ഫോർ എ ലോങ് ടൈം. കുറേ കാലമായിട്ട് അദ്ദേഹം വളരെ വിഷമത്തിലാണ്. ആൻഡ് ഹി വണ്ടേഴ്സ് ഇഫ് ഹി ഈസ് എലോൺ ഇൻ ദിസ് ഡെസ്പെയർ. അദ്ദേഹം അതിശയിച്ച് ചോദിക്കുന്നു, എന്താണ്, ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ, എനിക്ക് മാത്രമാണോ? നമ്മളെപ്പോഴും ചോദിക്കാറുണ്ട്, എനിക്ക് മാത്രം എന്താ ദൈവമേ ഇങ്ങനെ ഒരു കഷ്ടപ്പാട്, അല്ലേ? പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എനിക്ക് മാത്രം ഇങ്ങനെ കഷ്ടപ്പാടും ദുരിതവും. ആൻഡ് ഇഫ് ഹി വിൽ എവർ റിസീവ് എനി വേൾഡ്ലി റിവാർഡ്സ് ഓർ ഓണേഴ്സ്. അദ്ദേഹം ചോദിക്കുന്നു, എപ്പോഴെങ്കിലും ഒരു നല്ല കാലം അല്ലെങ്കിൽ നല്ല ഭാവി ഉണ്ടാകുമോ? ആ ഒരു കഷ്ടപ്പാട് മാറുമോ? ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ഹിസ് yearning ഫോർ എ ബേ ഓർ ഗാർലൻഡ്. അദ്ദേഹം ആഗ്രഹിക്കുകയാണ് ലോറൽ അല്ലെങ്കിൽ ലോറൽ ലീവ്സ്, ഒലിവിലകൾ കിട്ടുമോ, അല്ലെങ്കിൽ ഒരു പൂച്ചെണ്ട് കിട്ടുമോ, അതൊക്കെ. അതായത് ആ ഓണേഴ്സാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അതായത് റിവാർഡ്, പ്രതിഫലം, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാലം ഉണ്ടാകുമോ. ആൻഡ് ദ ഫസ്റ്റ് വോയിസ്, ദാറ്റ് ഈസ് ദ ഹാർട്ട്, ഡിനൈസ് ദ എക്സിസ്റ്റൻസ് ഓഫ് സ്പിരിച്വൽ ഓർ വേൾഡ്ലി ഫ്രൂട്ട്. ഇനി ഹാർട്ട്
ഈ ഒരു വേൾഡ്ലി ഫ്രൂട്ട് അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ എക്സിസ്റ്റൻസിനെ എതിർക്കുന്നു. ആൻഡ് ദ സെക്കൻഡ് സ്പീക്കർ, ദാറ്റ് ഈസ് ദ വിൽ, അസേർട്സ് ദാറ്റ് ഇറ്റ് ഈസ് റെഡി ഫോർ ദ ഹാർവെസ്റ്റ്. പക്ഷെ വില്ല് പറയുന്നു, നീ കൊയ്ത്തിന് തയ്യാറായിക്കൊള്ളൂ, റിസൾട്ടിന് തയ്യാറായിക്കൊള്ളൂ, നിൻ്റെ കഷ്ടപ്പാടുകളൊക്കെ തീരാൻ പോകുന്നു. നമ്മൾ പറയാറുണ്ട്, ഒരു കുന്ന് കയറിയാൽ ഒരിറക്കമുണ്ടാകും, ആ ഒരു കയറ്റത്തിന് ഒരിറക്കം ഉണ്ടാകും. അതേപോലെ കുറച്ച് കഷ്ടപ്പാടുകൾ സഹിച്ചു കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ടാകും. അതുകൊണ്ട് നിൻ്റെ ഈ കഷ്ടപ്പാടുകൾ കഴിയാറായിരിക്കുന്നു, സന്തോഷിക്കൂ. ആൻഡ് ദ വിൽ ആസ്ക് ഹിം ടു സ്റ്റോപ്പ് സൈയിങ് ആൻഡ് സീക്കിംഗ് ആഫ്റ്റർ ഡബിൾ പ്ലഷർ ഓർ വേൾഡ്ലി പ്ലഷേഴ്സ്. വില്ല് പറയുന്നു, നീ ഇങ്ങനെ ലക്ഷൂറിയസ് ലൈഫിൻ്റെ പുറകെ ഇങ്ങനെ ഓടേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ നിർത്തും. ഈ ഒരു പരാതിയും പരിഭവവും ഒക്കെ നിർത്തി നിന്റെ മനസ്സ് ശാന്തമാക്കും. ആൻഡ് ഹി കമ്പയർസ് ദിസ് മൈൻഡ് സെറ്റ് ടു എ കേജ് ഓർ എ റോപ്പ് ഓഫ് സാൻഡ്സ്. അതിനെ അദ്ദേഹം ഒരു കൂടിനോടാണ്, അതായത് ഈ സൈയിങ് ആൻഡ് ടിയേഴ്സ്, കരച്ചിലും നെടുവീർപ്പും ഒക്കെ അല്ലെങ്കിൽ ആ ഒരു വേദനകളൊക്കെ കണക്കാക്കുന്നത് കേജിനോടാണ്, ഒരു കൂട്ടിനോടാണ്. അതേപോലെ റോപ്പ് ഓഫ് സാൻഡ്. ആൻഡ് ഇറ്റ് ഷോസ് ദാറ്റ് ഹീ ഈസ് ഇൻഫെക്റ്റഡ് ഓർ ട്രാപ്ഡ് അപ്പ് ഇൻ ഹിസ് പെറ്റി തോട്ട്സ്. അദ്ദേഹം പറയുന്നു, ഈ ഒരു നിസാരമായ ചിന്തകളിൽ കുടുങ്ങിപ്പോയിട്ടാണുള്ളത്. ആൻഡ് ഹീ കുഡ് നോട്ട് സീ ദ റിയൽ കോസ് ഓഫ് ഹിസ് സഫറിങ്. ഈ ഒരു കഷ്ടപ്പാടിൽ കുടുങ്ങിയിട്ട് യഥാർത്ഥ കാരണം, ഈ കഷ്ടപ്പാടിൽ കുടുങ്ങാനുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ആൻഡ് ദ ഹാർട്ട് അഡ്രസ്സസ് ദ വിൽ ആൻഡ് കമാൻഡ്സ് ഇറ്റ് എവേ. ആൻഡ് ഇറ്റ് ഇൻസിസ്റ്റ് ദാറ്റ് ദ വിൽ ഗോ എവേ ആൻഡ് ask it to take away its death's head or skull or memento mori and remind of mortality. ഇനി വില്ല് ഹാർട്ടിനോട് പറയുന്നു, നീ ഒരു കാര്യം ചെയ്യൂ, നിൻ്റെ ഈ ഒരു മരണത്തെ ഓർമ്മിപ്പിക്കുന്ന, അതാണല്ലോ ആ ഒരു മെറ്റീരിയൽ വേൾഡാണ്. ലക്ഷൂറിയസ് ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മൊമെൻ്ററി. ആ ഒരു നിമിഷ നേരത്തേക്കുള്ള ആ ഒരു സന്തോഷവും സുഖവും ഒക്കെ മാത്രമേ ഉള്ളൂ. ആ ഒരു നിനക്ക് പറ്റുന്ന ആ ഒരു മരണത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞു വരൂ, അല്ലെങ്കിൽ മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ നീ വരൂ. ആൻഡ് it states that the man who forbears or neglects to serve his own needs deserve this burden. ഇനി വില്ല് പറയുന്നു, ഒരു മനുഷ്യൻ തൻ്റെ കടമകൾ ചെയ്യാൻ അല്ലെങ്കിൽ തൻ്റെ ഭാരം ചുമക്കാൻ തയ്യാറായില്ല എങ്കിൽ അവൻ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. നമ്മൾ പറയാറുണ്ട്, അന്നന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കാതെ വെച്ചിരുന്നു കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കേണ്ടതായിട്ട് വരും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ ചെയ്യേണ്ട ജോലികൾ അന്നന്ന് ചെയ്തിട്ടില്ല എങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ വരും. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്. അത് യഥാർത്ഥ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ആ ഒരു ലക്ഷൂറിയസ് ലൈഫിൻ്റെ പുറകെ പോവുകയാണ് എങ്കിൽ പല കാര്യങ്ങളും ബുദ്ധിമുട്ടായിട്ട് തോന്നേണ്ടി വരും, അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായി വരും. ആൻഡ് ഇൻ ദ ഫൈനൽ ക്വാർട്ടറിൻ ഓഫ് ദ പോം വി ക്യാൻ സീ റൈംഡ് കപ്ലെറ്റ് ABAB. ഇതുവരെ നമ്മൾ പറഞ്ഞു 1 സ്റ്റാൻസ പോമാണ്. ഇതിൽ ഫ്രീ വേഴ്സ് ആണ്, അല്ലെങ്കിൽ റൈം സ്കീമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മീറ്ററോ ഒന്നുമില്ല. ലാസ്റ്റ് പാർട്ടിൽ നമുക്ക് റൈം കാണാൻ സാധിക്കും. ABAB എന്ന റൈംഡ് കപ്ലെറ്റ് കാണാൻ സാധിക്കും. ആൻഡ് ദ പോയിന്റ് ഓഫ് ദ സ്പീക്കർ ഇസ് ആഫ്റ്റർ വൈൽഡ് ആൻഡ് raving monologues, and when he grows fierce and wild he hears God's call, child, and he replies, oh my Lord. അങ്ങനെ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ കാടുകയറി പോകുന്ന സമയത്താണ് അദ്ദേഹം കുഞ്ഞേ എന്നുള്ള ദൈവത്തിൻ്റെ വിളി കേൾക്കുന്നത്. ഉടനെ തന്നെ അദ്ദേഹം അതിന് മറുപടി പറയുന്നു, അല്ലയോ എൻ്റെ ദൈവമേ. ആ ഒരു മറുപടിയിൽ എല്ലാം ഒതുങ്ങുന്നു. അതായത് എത്ര വലിയ പ്രതിഷേധം വന്നാലും പലപ്പോഴും നമ്മളങ്ങനെയാണ്, വീട്ടിൽ അടികൂടിയിട്ട് അമ്മയോട് അടികൂടിയിട്ട് ചോറ് തിന്നാതെ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ കിടക്കും. കുറേ നേരം വിശന്ന് കിടക്കുന്ന സമയത്ത് അവസാനം ഒരു വിളിക്ക് വേണ്ടി കാതോർക്കും. ആ ഒരു വിളി കേൾക്കുന്ന സമയത്ത് ഉടനെ നമ്മൾ ഓടിപ്പോകും. അപ്പോൾ അതേപോലെയുള്ള ഒരു അവസ്ഥയാണ്. കുറേ പരാതിയും പരിഭവവും ഒക്കെ പറഞ്ഞ സമയത്ത് അവസാനം ദൈവം വിളിക്കുകയാണ്, ഓ മൈ ചൈൽഡ് എന്ന് വിളിക്കുന്ന സമയത്ത് തിരിച്ച് മൈ ലോർഡ് എന്നുള്ള ആ ഒരു വിളി കേൾക്കുന്നു. ആൻഡ് ഹിയർ ദ rhyme scheme reflects the resolution of the poem. That is, the poet no longer needs rebellion, or he is free and wild. ഉള്ളിൽ നന്മയുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ആ ഒരു നല്ല വഴി നടക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ആ ഒരു പാത വിട്ടുപോകാൻ കഴിയില്ല. ആ ഒരു നേർപാത, നന്മയുടെ പാത വിട്ടുപോകാൻ കഴിയില്ല എന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ കവിത.
And the title refers confinement or constraint. ഇവിടെ ദ കോളർ എന്നുള്ളതാണ് ടൈറ്റിൽ. അത് കാണിക്കുന്നത്, ദ കോളർ എന്നുള്ള ആ ഒരു ടൈറ്റിൽ കാണിക്കുന്നത് കൺഫൈൻമെൻറ്റ്, ഒരാളെ ചങ്ങലക്കിടുക അല്ലെങ്കിൽ ആ ഒരു കൺട്രോളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് ഈസ് സിമിലർ ടു ദ കോളേഴ്സ് വോൺ ബൈ ചെയിൻഡ് പ്രിസണേഴ്സ് ഓർ ഡോഗ്സ്. നായയുടെ കഴുത്തിൽ കെട്ടുന്ന തൊടൽ പോലെ അല്ലെങ്കിൽ ആ ഒരു ബെൽറ്റ് പോലെ അല്ലെങ്കിൽ പ്രിസണേഴ്സിൻ്റെ ചെയിന് പോലെ ഇതൊരു കൺഫൈൻമെൻറ്റിനെ കാണിക്കുന്നു. ആൻഡ് B.J. Randall suggests that the caller is a homonym for caller. ഇവിടെ CALLER, caller, വിളിക്കുന്നയാൾ, the one who summons, വിളിക്കുന്ന ആൾ എന്നുള്ള അർത്ഥമാണ് ഇവിടെ. COLLAR ആണ് കോളർ ഉണ്ടെങ്കിലും ഇതൊരു ഹോമോണിമാണ്. ഹോമോണിം മീൻസ് the word pronouncing the same, having different spelling. ആ ഒരു സ്പെല്ലിംഗ് ഡിഫറെൻ്റ് ആണ്, പക്ഷേ ഒരേപോലെ പ്രൊനൗൺസ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഹാസ് ഡിഫറെൻറ്റ് മീനിങ്. ഇവിടെ കോളർ എന്നുള്ളത് കൺഫൈൻമെൻറ്റിനെ സൂചിപ്പിക്കുന്നതാകാം, അല്ലെങ്കിൽ ഇത് ദൈവം വിളിക്കുന്ന ആളെന്നുള്ള അർത്ഥം, ദൈവം വിളിക്കുന്നത് അവസാനം പറയുന്നുണ്ടല്ലോ, അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് B.J. Randall പറയുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ സജസ്റ്റ് ദി സ്റ്റിഫ് clerical collar of the priest and the heavy constraint of the religious duty. ഇനി പുരോഹിതൻ്റെ ആ ഒരു കൺഫൈൻമെൻറ്റ്, പുരോഹിതൻ്റെ ആ ഒരു ബെൽറ്റിനെ സൂചിപ്പിക്കുന്നു. ആൻഡ് ഇറ്റ് ഓൾസോ ഷോസ് റിലീജിയസ് ഡ്യൂട്ടി, ആ മതപരമായ ഉത്തരവാദിത്തങ്ങളാണ് അത് കാണിക്കുന്നത്. ഇറ്റ് ഓൾസോ സജസ്റ്റ് ദി അൾട്ടിമേറ്റ് സബ്മിഷൻ ആൻഡ് സറണ്ടർ ടു ഫെയ്ത്ത് ഓർ ഗോഡ്. അതേപോലെ തന്നെ ഇത് ദൈവത്തെ അല്ലെങ്കിൽ ദൈവത്തിനോടുള്ള കടമയാണ്, അല്ലെങ്കിൽ ദൈവത്തിന് കീഴടങ്ങുന്നതാണ് എന്ന അർത്ഥത്തിലും ടൈറ്റിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഒരുപാട് ഇൻ്റർപ്രറ്റേഷൻ വന്ന ഒരു ടൈറ്റിലാണ്. ആൻഡ് ഹെർബർട്ട് വാസ് ആൻ ആംഗ്ലിക്കൻ പ്രീസ്റ്റ് ആൻഡ് ഇറ്റ് ഓൾസോ ഹൈലൈറ്റ്സ് ഡിവോഷൻ ആൻഡ് റെസ്ട്രിക്ഷൻ. നമ്മൾ പറഞ്ഞു ജോർജ് ഹെർബർട്ട് വാസ് ആൻ ആംഗ്ലിക്കൻ പ്രീസ്റ്റ്, അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ക്രിസ്തു മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പ്രീസ്റ്റിൻ്റെ കോളറായിരിക്കാം ഉദ്ദേശിക്കുന്നത്. ആ പുരോഹിതൻ്റെ ആ ഒരു ബെൽറ്റ് ആകാം, അതേപോലെ തന്നെ ആ ഒരു റിലീജിയസ് ഡ്യൂട്ടി ആകാം ഉദ്ദേശിച്ചത്. ആൻഡ് ഇറ്റ് ഓൾസോ സജസ്റ്റ് വേൾഡ്ലി ഡിസയേഴ്സ് ആൻഡ് കൺസ്ട്രെയിൻമെൻറ്റ്സ്. വേൾഡ്ലി ഡിസയേഴ്സ് ആൻഡ് ഇറ്റ്സ് കൺസ്ട്രെയിൻമെൻറ്റ്, അതായത് ഭൗതിക ആഗ്രഹങ്ങൾ, ഭൗതിക സുഖങ്ങൾ, മെറ്റീരിയൽ പ്ലഷേഴ്സ്, അതിൻ്റെ ഒരു നിയന്ത്രണം എന്നുള്ള രീതിയിൽ നമുക്കിതിനെ കണക്കാക്കാം. ജസ്റ്റ് ലൈക്ക് ദ കോളർ ഓഫ് ചെയിൻഡ് ഡോഗ്സ് ഓർ പ്രിസണേഴ്സ് or the bonds of a prisoner, the poet feels that he is confined and trapped by his woes and spiritual obligations. മറ്റൊരർത്ഥത്തിൽ പറയുന്നത് ഈ പ്രിസണേഴ്സിൻ്റെ ചെയിൻ പോലെ അല്ലെങ്കിൽ നായ്ക്കളുടെ ബെൽറ്റ് പോലെ, കഴുത്തിലുള്ള ബെൽറ്റ് പോലെ, ഹി ഈസ് കൺഫൈൻഡ് ബൈ ഹിസ് സ്പിരിച്വൽ ഒബ്ലിഗേഷൻസ്. ആ ഒരു ആത്മീയമായിട്ടുള്ള കടമകൾ അല്ലെങ്കിൽ ആ ഒരു പ്രതിജ്ഞ കാരണം അദ്ദേഹം ഒരുപാട് കഷ്ടപ്പാടിലാണ് അല്ലെങ്കിൽ നിയന്ത്രണത്തിലാണ്, ആ ഒരു ട്രാപ്പിൽ പെട്ടുപോയി എന്നുള്ള അർത്ഥത്തിലും പറയാം. ആൻഡ് കോളർ ക്യാൻ ബി ടേക്കൺ ആസ് എ പൺ, കോളർ ആൻഡ് കോളർ, നേരത്തെ നമ്മൾ പറഞ്ഞതാണ് CALLER, കോളർ, വൺ ഹൂ സമൻസ് എന്നുള്ള അർത്ഥത്തിലാകാം, അല്ലെങ്കിൽ ദ കോളർ ഓഫ് ദ പ്രീസ്റ്റ് ആകാം, അല്ലെങ്കിൽ ദ കോളർ ഓഫ് ചെയിൻഡ് പ്രിസണേഴ്സ് ഓർ ഡോഗ്. That is someone who calls the speaker or the wrath or anger. ഒരർത്ഥത്തിൽ ദേഷ്യം എന്നുള്ള അർത്ഥത്തിലും പറയാം, അതേപോലെ തന്നെ കോപം അല്ലെങ്കിൽ ആ ഒരു ദേഷ്യം, വിരോധം, ഇതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്താം. ഇനി ഈ ഒരു കവിതയിൽ ചോദിക്കാവുന്ന പ്രധാന ചോദ്യമാണ് ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻസ്, ഒരുപാട് തന്നെ വ്യാഖ്യാനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനകത്ത് ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചോദിക്കാം. ദ കോളർ എന്ന കവിതയുടെ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്. പിന്നീട് എക്സ്പ്ലെയിൻ ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ ഹാർട്ട് ആൻഡ് ദ വിൽ, മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഹാർട്ടും വില്ലും തമ്മിലുള്ള ആ ഒരു സംഘർഷത്തെക്കുറിച്ച് വിവരിക്കുക. പിന്നീട് ചോദിക്കാവുന്നത് എക്സ്പ്ലെയിൻ ദ കോളർ ആസ് എ സ്പിരിച്വൽ പോയം, ആ സ്പിരിച്വൽ പോയം എന്ന രീതിയിൽ കോളറിനെ വിവരിക്കുക. ഇതൊക്കെയാണ് ഇതിനകത്ത് ചോദിക്കാൻ ചാൻസുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. Thank you.